ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ട പോലെ തന്നെ ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു. ഒരു 5:45 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റേട്ടാ. അപ്പോഴത്തേക്കും ഉണ്ട് ഭയങ്കര വെയിലാണ്. രാവിലെ വിശ്വസിക്കില്ല നിങ്ങൾ, ഒരു 6 മണിയാകുമ്പോൾ തന്നെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ഭയങ്കരമായിട്ട് വെയിലാണ്. ഉച്ചയ്ക്ക് 12 മണി ആയ പോലെയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് നോക്കി നിൽക്കും. ഒന്ന് റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആമിക്ക് സ്കൂളിൽ പോവാത്തത് കൊണ്ട് വെക്കേഷനല്ലേ, അതുകൊണ്ട് പിന്നെ എനിക്ക് കുറേ സമയം കൂടുതൽ കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയൊക്കെ ഈ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് ധൃതി പിടിച്ചിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യണ്ട. അപ്പോൾ ഞാൻ മാക്സിമം എനിക്ക് കിട്ടുന്ന സമയം മൊത്തം പുറത്ത് നോക്കി നിൽക്കലാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഏകദേശം ഒരു 6:30 ആകുമ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ ടെറസിലൊക്കെ പോയി ബാൽക്കണിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറുമ്പോഴത്തേക്കും ഏകദേശം ഒരു 6:30 ആവും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ നമ്മുടെ ഹാളിലുള്ള ജനലുണ്ടോ, അതിൽ കർട്ടനാണെങ്കിൽ ആമിയുടെ പഴയ 2 വള ഇരിപ്പുണ്ട് കേട്ടോ. അത് വെച്ച് ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെച്ചേക്കും. കാരണം നല്ല വെയിലല്ലേ അപ്പോൾ വീടിനുള്ളിൽ നല്ല വെട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഗ്ലാസ് വഴി കിട്ടുന്ന വെട്ടം നമ്മുടെ വീടിനുള്ളിൽ നല്ല പ്രകാശമായിരിക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം എഴുന്നേറ്റ് വന്നാൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് TV വെക്കും കേട്ടോ. TV-യിൽ തമിഴ് ന്യൂസ് വെക്കും. എനിക്കത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലായിരുന്നപ്പോഴത്തേക്കും രാവിലെ എൻ്റെ അച്ഛൻ 3-4 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് രാവിലെ ന്യൂസ് വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കേട്ട് ശീലിച്ചതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ തമിഴ് ന്യൂസാണ് കേൾക്കുന്നത്. പിന്നെ കുറച്ച് നേരം ഞാൻ പറഞ്ഞില്ലേ വെളിയിലൊക്കെ പോയി നിന്നു. പിന്നെ എൻ്റെ ചെടികളെയൊക്കെ നോക്കി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഗ്രൗണ്ടിലാണെങ്കിൽ ഫുട്ബോൾ കളിക്കാനായിട്ട് കുട്ടികൾ വന്നിട്ടുണ്ട്. അവരും 6 മണിയാകുമ്പോഴത്തേക്ക് എത്തും. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. നല്ല രസമാണ് കാണാനൊക്കെ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നമ്മുടെ തലയ്ക്ക് മേലെയാണ് നിൽക്കുന്നത്. ചൂടിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. അങ്ങനെ പിന്നെ കുറച്ച് നേരം അതൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് തലയൊന്ന് ഒതുക്കി കെട്ടി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ഇനി വേണം പല്ലൊക്കെ തേക്കാനായിട്ട്. അങ്ങനെ ഞാൻ ബ്രഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. രാവിലെ ഇതൊന്നും ചെയ്യാതെയാണ് ഞാൻ പുറത്തൊക്കെ ഇറങ്ങി നടന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എനിക്ക് റിലാക്സ്ഡ് ആയിട്ട് രാവിലത്തെ സമയം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആമി എഴുന്നേറ്റിട്ടൊന്നുമില്ല, ഹസ്ബൻഡും ഒന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് നേരെ വന്ന് ഒരു കട്ടൻ ഇട്ടു. അപ്പോൾ എനിക്ക് രാവിലെ ഒരു കട്ടൻ കുടിക്കണം. അപ്പോൾ തലേ ദിവസം ഉറങ്ങിയപ്പോഴും ലേറ്റായിപ്പോയി, അതുകൊണ്ട് തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വെയിലൊക്കെ അടിച്ചതിന് ശേഷം നല്ല തലവേദനയാണ്. കട്ടനൊക്കെ ഇട്ടിട്ട് പിന്നെ കിച്ചണിൽ വന്നിട്ട് ആദ്യം ഞാൻ ഈ ജനൽ അങ്ങോട്ട് തുറന്നിടും. അപ്പോൾ ഇവിടെ ഈ കിച്ചണിലാണെങ്കിൽ കയറാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര ചൂടാണ്, ആവി ഇങ്ങനെ കുമിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കിച്ചണിലെ ഈ ഒരു ജനൽ തുറന്നിട്ടില്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് ജനലൊക്കെ തുറന്നിട്ടതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് തലേന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാത്രങ്ങളെടുത്ത് അതാത് സ്ഥാനത്ത് വെക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ കിച്ചണിൽ നിന്നിട്ട് ഒരു ജോലിയും ചെയ്യാനായിട്ട് തോന്നത്തില്ല. എനിക്കാണെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ സാധനങ്ങൾ വെച്ചേക്കുന്നത് അതാത് പോർഷനിൽ വെക്കണം. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മാറി കിടക്കുവാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് വെച്ച് കണ്ടിട്ട് തന്നെ നമ്മുടെ കട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനും ബ്രൗൺ ഷുഗർ ഇട്ടിട്ടാണ് കട്ടൻ കുടിക്കുന്നത്. അപ്പം നല്ല റിലാക്സ്ഡ് ആയിട്ട് കട്ടൻ കുടിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടേ കുടിക്കുള്ളൂ. ഭയങ്കര ചൂടാണ് കേട്ടോ കട്ടൻ. ഈ ചൂടത്ത് ഈ കട്ടൻ കുടിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ചൂട് കൂടില്ലേ. ഞാൻ തലേ ദിവസം തന്നെ ദോശമാവിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉപ്പിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ലൂസായിട്ടാണ് ഞാൻ അരച്ചേക്കുന്നത്, ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് അരച്ചേക്കുന്നത്. ഇപ്പോൾ ചൂടായ കാരണം കൊണ്ട് ഞാൻ നൈറ്റ് ഒരു 10 മണിക്ക് ശേഷമാണ് കേട്ടോ ദോശമാവ് അരയ്ക്കുന്നത്. ഇല്ല നേരത്തെ അരയ്ക്കുകയാണെങ്കിൽ ഈവനിങ് ഒക്കെ അരയ്ക്കുകയാണെങ്കിൽ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എടുത്ത് ഞാൻ മാവ് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും. എന്നിട്ട് രാവിലെ വീണ്ടും എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ഉപ്പിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരുപാട് നേരം എടുത്തിങ്ങനെ പൊളിച്ച് പോവുകയാണെങ്കിൽ ഭയങ്കര ഒരു വല്ലാത്തൊരു വാടയായിരിക്കും. പിന്നെ നമുക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ലേറ്റ് നൈറ്റാണ് അരച്ചത്. 10:30-11 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് തന്നെ വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഒന്ന് അടിച്ച് വാരാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഉണ്ട് ആമി എഴുന്നേറ്റ് വന്നേട്ടോ.
അവളൊരു 6:45 ആയപ്പോഴത്തേക്ക് അവൾ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരിപ്പാണ് ആമിക്കാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ഒന്ന് ഇരിക്കണം. പിന്നെ ഞാൻ എത്ര മണിക്ക് എണീറ്റാലും അവൾ എന്നോടൊപ്പം തന്നെ എഴുന്നേറ്റ് വരാറുണ്ട്. എനിക്കങ്ങ് പാവം തോന്നും. കാരണം ഞാനിപ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ 5 മണിക്ക് എന്നോടൊപ്പം എഴുന്നേറ്റ് വരും. പക്ഷേ അപ്പം തന്നെ അങ്ങനെ വന്ന് ആക്റ്റീവ് ആവാറില്ല ആൾ. കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഒന്ന് ഉറക്കമോ ക്ഷീണമൊക്കെ ഒന്ന് പോയതിന് ശേഷമാണ് ഒന്ന് റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് നല്ല മൂഡിലാണ് എഴുന്നേറ്റത്. അതുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവളിങ്ങനെ ഈ പ്രൈസ് ടാഗൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കളിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ പ്രൈസ് ടാഗിൻ്റെ പേപ്പറെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. അപ്പോൾ അവളവിടെ കളിക്കുന്നതിനിടയിൽ തന്നെ ഞാൻ ചായ എല്ലാം കുടിച്ച് തീർത്തിട്ട് പെട്ടെന്നാണ് എനിക്ക് രാവിലെ ഒന്ന് ക്ലീൻ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയത്. ഇപ്പോൾ ഏകദേശം 7 മണി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് ഒരു മോട്ടിവേഷൻ വന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഈ പണി ചെയ്യുവാണെങ്കിൽ ചെയ്തത് തന്നെ. കാരണം ഉച്ചയ്ക്കൊക്കെ ഇത് തൊടാനായിട്ട് പറ്റില്ല കേട്ടോ. ക്ലീനിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ചൂടായ കാരണം കൊണ്ട്. അതുകൊണ്ട് രാവിലത്തെ ആ ഒരു സ്പീഡപ്പിൽ പെട്ടെന്ന് എനിക്ക് തോന്നി ഞാനങ്ങ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ രാവിലത്തെ ക്ലീനിങ് അടിപൊളിയാണ് കേട്ടോ. പ്രത്യേകിച്ച് മക്കൾ സ്കൂളിൽ പോവാത്ത ദിവസം ആയതുകൊണ്ട് എനിക്ക് ആമിയെ സംബന്ധിച്ചിടത്തോളം അവൾ അങ്ങനെ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്ന കുട്ടിയൊന്നും അല്ല. എന്ത് പറഞ്ഞാലും അനുസരിച്ചോളും. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വന്നിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. എല്ലാ ബെഡ്റൂമൊന്നും അല്ല കേട്ടോ, നമ്മൾ യൂസ് ചെയ്യുന്ന ബെഡ്റൂമാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. നല്ലപോലെ ഡസ്റ്റ് പിടിച്ച് കിടപ്പുണ്ട്. ആ ഒരു വാൾപേപ്പറൊക്കെ ഒട്ടിച്ചേക്കുന്ന അവിടെ കണ്ടോ, അവിടെയൊക്കെ ആണെങ്കിൽ ചെലന്തി വലയൊക്കെ ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഇതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയേക്കാണ്. ആ ഗ്യാപ്പിൽ ഞാൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അപ്പോഴേക്കും കൊണ്ട് ഹസ്ബൻഡ് നടക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ എക്സസൈസ് ഇതൊക്കെയാണ് കേട്ടോ. എനിക്കിപ്പോൾ നടക്കാൻ പോകാനായിട്ട് ഭയങ്കര മടിയാണ്. ഹസ്ബൻഡ് എന്നെ എപ്പോഴും നിർബന്ധിക്കും. പക്ഷേ എനിക്കാണെങ്കിൽ ആമയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ നടക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ്, ആരെങ്കിലും ഒരാളെ നടക്കാൻ പറ്റുള്ളൂ. കാരണം അവളെ നോക്കണമല്ലോ. അപ്പോൾ അവൾക്ക് നമ്മളോടൊപ്പം സ്പീഡിൽ നടന്ന് വരാനും പറ്റത്തില്ല. പിന്നെ രാവിലെ എനിക്ക് നടന്നിട്ട് വിയർപ്പൊക്കെ തലയിൽ ഇറങ്ങിയിട്ട് അസുഖം പിടിച്ച് വെക്കണ്ടെന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം തന്നെ ആകെ വിയർത്ത് കുളിച്ചൊരു പരുവായിട്ട് ഇരിക്കുവാണ് ഞാൻ പക്ഷേ അതൊന്നും നോക്കുന്നില്ല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ കാര്യമായിട്ട് അങ്ങോട്ട് ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്തോ ഒരു ഹരം പോലെയാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്നത്. തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിപ്പിക്കാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ഹസ്ബൻഡ് നടക്കാനായിട്ട് പോയിട്ട് വരുന്നതിനിടയിൽ ഞാൻ ക്ലീൻ ചെയ്ത് തീർക്കും. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വരുന്നതിന് മുന്നേ തന്നെ കുളി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ചടപടയെന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആമി പുറത്തിരുന്ന് കളിക്കുന്നുണ്ട്. അവളോട് ഞാൻ അസൈൻമെൻറ്റ് എഴുതാനുണ്ടായിരുന്നു, അതൊക്കെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ എന്നോട് സംസാരിക്കുന്നുണ്ട് പുറത്ത് നിന്നിട്ട്. പിന്നെ ഈ കട്ടിലിൻ്റെ അടിഭാഗത്ത് കണ്ടോ, ഇവിടെ ഇഷ്ടം പോലെ ഡസ്റ്റാണ്. ഡസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഈ ഒരു ബാക്ക് സൈഡിൽ കട്ടിലിൻ്റെ പുറകിൽ ഇത്രയും ഡസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ എന്നെ 2 ദിവസം മുന്നേ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, ഇത് പുറകിലോട്ടൊന്ന് നീക്കി നോക്കിയിട്ട് പറഞ്ഞു ഒരുപാട് ഡസ്റ്റ് ഇരിപ്പുണ്ട്, ഇതൊന്ന് ക്ലീൻ ചെയ്യാം നമുക്ക്. ഹസ്ബൻഡ് വന്നിട്ട് അത് ക്ലീൻ ചെയ്യാം. കാരണം എനിക്ക് ഇത്രയും വെയിറ്റുള്ള കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. പക്ഷേ ഞാനിനിപ്പോൾ ഹസ്ബൻഡിനെ നോക്കി നിൽക്കുന്നില്ല എന്ന് കരുതി ഞാൻ തനിയെ തന്നെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി ഇട്ടിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് എടുത്തപ്പോഴത്തേക്കാണ് അറിയുന്നത് എൻ്റെ ദൈവമേ ഇത്രയും ഡസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. അപ്പം നമ്മൾ ഇതിനിടയിൽ കിടന്നാണ് ഉറങ്ങുന്നത് കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ ഈ ഒരു വർക്കിംഗ് ടേബിൾ ഉണ്ടല്ലോ, ഇത് ഞാൻ എത്ര ക്ലീൻ ചെയ്ത് വെച്ചാലും പുള്ളി അത് വലിച്ചു വാരിയിടും. അത് ഓരോരുത്തരുടെ കംഫർട്ടാണല്ലേ. അപ്പം എനിക്കാണെങ്കിൽ എല്ലാം ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കണം, അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. പക്ഷേ ഹസ്ബൻഡാണെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് അങ്ങനെ ഭയങ്കരമായിട്ട് ചിട്ടയോട് കൂടിയൊന്നും വെക്കാറില്ല. പ്രത്യേകിച്ച് ഈ ലാപ്ടോപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ വയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി കിടക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ ഏരിയ തൊടാറേ ഇല്ല. മാസത്തിലൊരു തവണ ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ വരുമ്പോഴത്തേക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പഴയത് പടി ആക്കും. എന്നാലും സാരമില്ല, എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ റൂമൊന്ന് കാണാനായിട്ടുണ്ടല്ലോ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. നമ്മൾ എന്തൊക്കെയോ നേടി എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ എനിക്ക്. അങ്ങനെ
അങ്ങനെ നമ്മുടെ റൂമെല്ലാം ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ഇതിൽ തന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയായിരുന്നല്ലോ, അതൊക്കെ കൊണ്ടുവന്ന് ഞാൻ മെഷീനിലിട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഇത് ബെഡ്ഷീറ്റ് മെഷീനിലിട്ടിട്ട് ഇപ്പം തന്നെ ഞാൻ വിരിക്കത്തില്ല കേട്ടോ, വൈകുന്നേരമാണ് വിരിക്കുള്ളൂ. കാരണം അത്രയ്ക്കും വെയിലും ചൂടും ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ എന്നും ഈ ബാത്റൂം ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. ഹാർപ്പിക്ക് യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ബാത്റൂമിൽ 2 ബ്രഷ് വെച്ചിട്ടുണ്ട്. ഒന്ന് ചുവര് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റൊന്ന് നമ്മുടെ തറയിലുള്ള ടൈൽസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കട്ടി കുറഞ്ഞിട്ടുള്ള ഈ ഒരു ചൂല് ഞാനൊരിക്കൽ മേടിച്ചപ്പോഴത്തേക്ക് എനിക്ക് തറ അടിച്ച് വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ട്. അപ്പോൾ ആ ബ്രഷാണ് ഞാനിപ്പോൾ ഇവിടുത്തെ ബാത്റൂമിലെ ടൈലിൻ്റെ ചുവര് ക്ലീൻ ചെയ്യുന്നത്. ഡെയിലി ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് അഴുക്ക് അങ്ങനെ പറ്റത്തില്ല. പിന്നെ ഇവിടെയാണെങ്കിൽ ഹാർഡ് വാട്ടറാണ്, ഞാൻ പറഞ്ഞല്ലോ ഉപ്പുവെള്ളം ആയ കാരണം കൊണ്ട് ബാത്റൂമൊക്കെ ഡെയിലി ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ ഡെയിലി കുളിക്കുന്നതിന് മുന്നേ തന്നെ ക്ലീൻ ചെയ്യാറുണ്ട്. എപ്പോൾ ഞാൻ കുളിക്കാൻ കയറിയാലും ബാത്റൂം കഴുകിയിട്ടേ ഇറങ്ങാറുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ക്ലോസറ്റ് കഴുകാനായിട്ട് വേറൊരു ബ്രഷ് വെച്ചിട്ടുണ്ട്, ഞാനതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. പിന്നെ ക്ലോസറ്റിൻ്റെ ആ ഒരു മേലത്തെ പോർഷൻ ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്യാനായിട്ട് വേറൊരു ചെറിയ ബ്രഷ് വെച്ചിട്ടുണ്ട്. അങ്ങനെ 4-5 ടൈപ്പ് ഓഫ് ബ്രഷസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. കാരണം ഓരോന്നിനും ഓരോ സ്പേസിൽ ഓരോന്ന് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. തറ ക്ലീൻ ചെയ്യുന്നത് വെച്ചിട്ട് ചുവര് ക്ലീൻ ചെയ്യാറില്ല, ക്ലോസറ്റ് ക്ലീൻ ചെയ്യുന്നത് തറയിൽ തൊടാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ബാത്റൂമിൽ ചെറിയൊരു കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ കുറേ നാളായി ക്ലീൻ ചെയ്യണമെന്ന് കരുതും. നമ്മൾ കുളിക്കുമ്പോഴത്തേക്കും തെറിക്കുന്ന സോപ്പും ഹാർഡ് വാട്ടറിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ ഇതിൽ തെറിച്ചിട്ട് നല്ല പോലെ ഒന്ന് അഴുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് കോളിൻ യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കേട്ടോ. അങ്ങനെ ഞാൻ ബാത്റൂം എല്ലാം കഴുകി അടിപൊളിയാക്കിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. കുളിച്ച് കഴിഞ്ഞത് തന്നെയാണ് മിച്ചം. കുളിച്ചിട്ട് ഇറങ്ങി വന്നപ്പോഴേക്കും വീണ്ടും തലയൊക്കെ വിയർത്ത് ആകെ നാശമായിട്ട് ഇരിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ വന്നിട്ട് ദോശയും വെള്ളച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡ് ഇതിനിടയിൽ തന്നെ നടക്കാനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 6:45-7 മണിക്ക് തുടങ്ങിയ ക്ലീനിങ് 8 മണി കൊണ്ട് തീർന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, രാവിലത്തെ ആ ഒരു ക്ലീനിങ്ങിന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് ഭയങ്കര ഒരു എനർജിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങളങ്ങനെ രാവിലെ ക്ലീൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കും. നിങ്ങൾക്കിപ്പോൾ മക്കൾക്കൊക്കെ വെക്കേഷനാണ്, നിങ്ങൾക്ക് ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, രാവിലെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഇഷ്ടമാണെന്നുള്ളവർക്ക് ചെയ്താൽ മതി. എൻ്റെ ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.